അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദുറൂസുൽ ഇഹ്സാനിന്റെ വിശാലമായ ഫുൾ റിവിഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഫുൾ റിവിഷന്റെ വീഡിയോ ലിങ്ക് ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അധികരിപ്പിക്കുമായിരുന്നു. എന്ത്? ലഹ്കാണോ, ഇസ്തിഗ്ഫാറാണോ, ഹജ്ജാണോ? ഇസ്തിഗ്ഫാർ. ഒരു ദിവസം 70 അല്ല 100 തവണയൊക്കെ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2, ഈമാനിന്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏത്? ക്ഷമ. ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ, സുന്നത്ത്. ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്താണ്. ഇനി 5, ഏറ്റവും വിനാശകരമായ അവയവമാണ് നാവ്, ലിസാൻ. രണ്ടാമത്തത് ചേർത്തി എഴുതുക. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിമാർ, വസലാത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിവാഹം. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് നബിമാർ. 2, സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം നാം പറയേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുടുംബ ബന്ധത്തിന്റെ തുടക്കം വിവാഹമാണ്. മൻ വസലക്കി വസൽതുഹു. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരി എടുത്തെഴുതുക. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ കാന. ഏതാണ്? ലത്തീഫൻ എന്നാണോ, റഊഫൻ എന്നാണോ, ഗഫൂറൻ എന്നാണോ? ഗഫൂറ. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറ. അറഫാ ദിനം ഏതാണ്? ദുൽഹിജ്ജ 9-നാണ്. അറഫാ ദിനം ദുൽഹിജ്ജ 9-ന്. ഇനി ഡാഷ് മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. ഇനി 4-മത്തത് ലാ യദ്ഖുലുൽ ജന്നത ഡാഷ് ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ഇനി വിശദീകരിക്കുക. ഉറങ്ങാൻ പാടില്ലാത്ത സമയം ഏതാണ്? ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന്റെ ശേഷവും ഒരാൾ ഉറങ്ങാൻ പാടില്ല. കറാഹത്തായ സമയമാണ്. 2 പ്രതിഫലമുള്ള സദക്ക ഏതാണത്? കുടുംബത്തിന് നൽകുന്ന സദക്ക. കുടുംബത്തിന് നൽകുന്ന സദക്ക, അതിന് 2 പ്രതിഫലമുണ്ട്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെ കുറിച്ച് പറയലാണ് ഗീബത്ത്. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കൽ. അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കൽ. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആദരിച്ചാൽ അത് ഖൽബിന്റെ തഖ്വയിൽ പെട്ടതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. 4-മത്തത് ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ പിഴച്ചു പോകില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇനി 6-മത്തത് കമ്മിൽ പൂർത്തിയാക്കാനാണ്. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ സുന്നത്തായ ദിക്ർ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളുഹാ ബിഹി ഇബാദക സ്സാലിഹീൻ. ഉത്തരം എഴുതുക. നിത്യവും ചെയ്യൽ വാജിബായ ദുആ ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? അംബിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്.
സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഏറ്റവും വളഞ്ഞ വാരിയെല്ലുകൊണ്ടാണ്. നാവിന്റെ 4 ദോഷങ്ങൾ ഏതൊക്കെയാണ്? ഗീബത്ത്, നമീമത്ത്, കദിബ്, കളവ്, അതുപോലെ ശത്മ്, ചീത്ത പറയൽ. ഇതൊക്കെ നാവിന്റെ 4 ദോഷങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് ദുറൂസുൽ ഹിസാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. പരമാവധി മോഡൽ ചോദ്യ പേപ്പറുകൾ ചെയ്ത് വിദ്യാർത്ഥികൾ പരിശീലിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.